റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിന്റെ ആകാശകോട്ടയ്ക്ക് കരുത്തും പ്രതിരോധവുമായ റഫാൽ യുദ്ധവിമാനത്തിലാണ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറന്നത്. അംബാല വ്യോമതാവളത്തിൽ നിന്ന് റഫാലിൽ പറന്ന രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും അനുഗമിച്ചു. അരമണിക്കൂറോളം റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിക്കുകയും ചെയ്തു. രാവിലെ 10 മണിയോടെ അംബാല വ്യോമതാവളത്തിലെത്തിയ രാഷ്ട്രപതിയെ വ്യോമസേനാ മേധാവിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് പൈലറ്റ് യൂണിഫോമിൽ വ്യോമസേനാ മേധാവിയോടൊപ്പം വിമാനത്തിലേക്ക് കയറുകയായിരുന്നു. അംബാലയ്ക്ക് മുകളിലൂടെ ആകാശം കീറിമുറിച്ച് റഫാൽ യുദ്ധവിമാനം രാഷ്ട്രപതിയുമായി പറത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഘഹാനിയായിരുന്നു. അംബാലയിലെ വ്യോമതാവളത്തിൽ ഇതാദ്യമായിട്ടാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. ഈ മാസം 18-ാം തീയതി റഫാലിൽ പറക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും ഇത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് 2ാം തവണയാണ് യുദ്ധവിമാനത്തിൽ പറക്കുന്നത്. സുഖോയ് 30 വിമാനത്തിലും രാഷ്ട്രപതി നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 8-ാം തീയതിയായിരുന്നു രാഷ്ട്രപതി സുഖോയ് 30 യുദ്ധവിമാനത്തിൽ പറന്നത്. അസമിലെ തേസ്പൂർ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നായിരുന്നു അന്ന് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ പറന്നത്. പാക് അതിർത്തി പ്രദേശത്തിന് സമീപം ഇന്ത്യയുടെ സൈനികാഭ്യാസം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കം.